നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഹരിശങ്കറെ കണ്ടിട്ട് മനു ശിവശങ്കരനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. എന്ത് കമലയോട് പറയണമെന്ന് രണ്ടുപേർക്കും അറിയണ്ടായിരുന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും കമല വിശ്വസിക്കില്ലെന്നറിയാം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഹരിശങ്കറിന് മാത്രമാണ് പ്രശ്നം. ഹരിശങ്കറിന്റെ മേലാണ് പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. ബാക്കി നരനാണെങ്കിലും സനീഷിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അവരുടെ മേലെ പോക്സോ കേസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടും. പക്ഷേങ്കിൽ ഈ പറയുന്ന ഹരിശങ്കറിന് മാത്രം ജാമ്യം കിട്ടില്ല. അവന്റെ മേലെ പോക്സോ കേസുണ്ട്. 2 വർഷം മുമ്പ് അവന് ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ പെൺകുട്ടിക്ക് 18 വയസ്സ് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവന്റെ മേലെ പോക്സോ കേസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പീഡിപ്പിച്ചതിന്റെ പേരിലല്ല താനും. അങ്ങനെ അവര് വീട്ടിലേക്ക് വരുമ്പോൾ കമല കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവര് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ കമല ചോദിച്ചു, എന്തായി ശിവേട്ട കാര്യങ്ങള് എന്നൊക്കെ ചോദിച്ചോണ്ട് ശിവശങ്കരന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, എന്റെ കമലെ ഒന്ന് അകത്ത് കയറി ഇരുന്നോട്ടെ ഒന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് കയറി ഇരുന്നപ്പോഴത്തേനും കമല ചോദിച്ചു, എന്താ ശിവരേട്ട അവൻ എന്ത് പറഞ്ഞു? അവന് ജാമ്യം കിട്ടൂലോ അല്ലേ അടുത്ത ദിവസം കേസ് കോടതി വിളിക്കുമ്പോഴത്തേനും? അപ്പോഴേക്കും മനു പറഞ്ഞു, അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടെന്നോ? അപ്പം നീയും കൂടെ ചെന്ന് അവനോട് എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കാൻ പോയതാന്ന് പറഞ്ഞിട്ട് വക്കീലിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ? വക്കീൽ വാദിച്ച് എന്താണെങ്കിലും അവനെ പുറത്തിറക്കും. നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയ പോരെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നീ എന്തറിഞ്ഞിട്ടാ കമല ഇങ്ങനെയൊക്കെ പറയണേ? അവന്റെ മേലെ പോക്സോ കേസുണ്ട്. പോക്സോ കേസോ? അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവുമെന്ന് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ബാക്കി 2 പേർക്കും അവന്റെ കൂടെയുള്ള അടുത്ത ദിവസം ജാമ്യം കിട്ടും. പക്ഷെ അവന്റെ ജാമ്യക്കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവന് ജാമ്യം കിട്ടണമെങ്കിൽ അവന്റെ മേലെ നിന്ന് ഈ പോക്സോ കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതിന് അവന് ആ പെങ്കുച്ചിനെ നേരത്തെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കമല ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. മനു പറഞ്ഞു, അമ്മ ഇവിടെ കിടന്ന് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അറിയാലോ, കോടതിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. തെളിവാണ് കോടതിക്ക് ആവശ്യം. അല്ലെങ്കിൽ ആ പെൺകുട്ടി പറയണം 2 വർഷം മുമ്പ് അവൻ എന്നെ പീഡിപ്പിച്ചിട്ടില്ലാന്ന്. അമ്മയുടെ മോനെ ഹോം സ്റ്റേ കൂടെ റിസോർട്ടിൽ കൂടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവളെ. പക്ഷേങ്കിൽ അവൻ പറയുന്നേ അവനൊന്നും ചെയ്തിട്ടില്ലെന്നാ. അവള് സമ്മതിക്കാത്തതുകൊണ്ട് ഇവിടുന്ന് ഓരോന്നൊക്കെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നല്ലോ. കണ്ട പെങ്കൊച്ചുങ്ങളെയൊക്കെ അവിടെ ഇവിടെ കൊണ്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവന് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ ചോദിച്ചിട്ടുണ്ടോ എന്തിനാ പൈസ മേടിക്കണമെന്നൊക്കെ? ഇല്ലല്ലോ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വളർത്തു ദോഷം എന്ന് പറഞ്ഞ ഇതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല പറഞ്ഞു, ഇനിയിപ്പോൾ എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് കയറ്റി വെച്ചു. എല്ലാ കുറ്റവും എൻ്റെ തലയ്ക്കാണല്ലോ. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എടി കമലേ, നിന്റെ നോട്ടപ്പശ കൊണ്ട് ഒട്ടുമിക്കതും സംഭവിച്ചിരിക്കുന്നേ. ഞാൻ ഗൾഫിൽ കിടന്ന് അധ്വാനിക്കുമായിരുന്നു. നിനക്കല്ലായിരുന്നു വീടിന്റെ ചുമതല മുഴുവൻ. നീ അല്ലായിരുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ. എടി മകൻ എങ്ങോട്ട് പോകുന്നുണ്ടോ വരുന്നുണ്ടെന്നൊക്കെ നീ വേണ്ടായിരുന്നോ നോക്കാനായിട്ട്? എന്നിട്ടിപ്പോ എല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ശിവശങ്കരൻ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കമല പറഞ്ഞു, എനിക്കറിയാം, അല്ലെങ്കിലും എല്ലാ കുറ്റം അവസാനം എൻ്റെ മോൻ്റെ തലയില. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടില്ലേ? ആദ്യം ആ രോഹിത്ത്, പിന്നെയാണ്ടേ ഇവന്റെ കൂടെയുള്ള അവന്മാര്, അവസാനം എൻ്റെ മോൻ മാത്രം അകത്ത് കിടക്കും എന്നൊക്കെ പറഞ്ഞ് കമല കരയാൻ തുടങ്ങി. ശിവശങ്കരൻ പറഞ്ഞു, നീ വിഷമിക്കാനോ നിന്നെ കുറ്റപ്പെടുത്താനോ ഒന്നും പറഞ്ഞല്ല, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നിനക്കിവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞാൽ മതി. അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ വേദനയും വിഷമം അറിയത്തുള്ളൂ. ഇറങ്ങി നടക്കുന്നവർക്ക് അതിൻ്റെ വേദനയും വിഷമങ്ങളും അറിയത്തുള്ളൂ. ഇതിൻ്റെ പിന്നാലെ എത്ര നാളായി നടപ്പ് തുടങ്ങിയിട്ടെന്നറിയാവോ? ഇനിയിപ്പോൾ അവന് ജാമ്യം കിട്ടണേ പോലും ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞു. അവൻ പോക്സോ കേസിലെ പ്രതിയല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ പെങ്കുച്ചിനെ പോയി കണ്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവളെ കൊണ്ട് പറയിച്ചാൽ പോരെ? അതിന് അവളെ കൊണ്ട് പറയിക്കാം. പക്ഷേങ്കിൽ ഇവൻ പറയുന്നതാണോ അവള് പറയണമെന്നറിയില്ലല്ലോ. ഇവൻ പറഞ്ഞ കാര്യമല്ലേ നമുക്കറിയത്തുള്ളൂ. ഇവൻ സത്യമാണെന്ന് ആര് കണ്ടു പറയണേ? പിന്നെ എൻ്റെ മോ സത്യം മാത്രമേ പറയുള്ളൂ. അത് കേട്ടപ്പം മനു പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ മന്ദബുദ്ധിയായി പോവരുത്. ഇത്രയൊക്കെ ആയിട്ടും അമ്മ അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സമ്മതിച്ചു തന്നിരിക്കുന്നു. അവനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞായിരുന്നോ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് മനുവിന് നല്ല ദേഷ്യം വന്നു. കമലയുടെ ചില സമയത്തെ സംസാരം അങ്ങനെയായിരുന്നു. ഒടുവിൽ ശിവശങ്കരൻ പറഞ്ഞു, എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്തേലും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോഴേക്കും കമലോട്, എടാ മനു, നീ ഒന്നും കൂടെ അലീനെ ഒന്ന് പോയി കാണാം. അലീനെ പോയി കണ്ടൊന്ന് സംസാരിച്ച് നോക്ക്. ഒരുപക്ഷെ അവൻ ചെയ്തിട്ടില്ലാത്ത തെറ്റ് അവൻ്റെ തലയിൽ നിന്ന് ഒഴിവായി കിട്ടുവാണെങ്കിൽ അവന് ജാമ്യം എങ്ങോട്ടും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, ഇതുമായിട്ട് എനിക്ക് അലീനെ പോയി കാണാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇതൊക്കെ പറയാം. എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ പെണ്ണിനെ ഒന്ന് പോയി കണ്ടാലോ? അങ്ങ് ചെന്ന് കയറി കൊടുക്ക്, അപ്പോഴറിയാന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് മനു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. ഈ സമയത്ത്
രേവതിക്കുട്ടി ഗ്രഹസമയ്ക്കും മാമിച്ചിട്ടുള്ള ചായയെ കേട്ടെങ്കിൽ ചെല്ലുവാണ്. രണ്ടുപേരും വിഷമിച്ചിരിക്കുമായിരുന്നു. രേവതിക്കുട്ടി പറഞ്ഞു, എന്താ രണ്ടുപേരും കൂടെ വിഷമിച്ചിരിക്കുന്നേ? ആ ടോണിച്ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഓർത്താണ്. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നേ. നമുക്ക് ഉറപ്പായിട്ടും ജിജോച്ചേട്ടൻ്റെ കൊച്ചിനെ കണ്ടുപിടിക്കാണ്ട് സാധിക്കും. ഈ ടോണിച്ചേട്ടൻ്റെ ദേഷ്യമൊക്കെ ഇപ്പം മാത്രമേ കാണുള്ളൂ. വീട്ടിൽ ചെല്ലും സാവകാശം ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ ആ ദേഷ്യമൊക്കെ മാറും. ആ ചേട്ടൻ നമ്മളെ സഹായിക്കും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ഗ്രേസമ്മ ചോദിച്ചു, അതൊക്കെ നടക്കുമോടി മോളെന്ന് ചോദിച്ചു. നടക്കുന്നേ, ആൻറ്റിക്കും അങ്കിളിനും എന്നെ വിശ്വാസമില്ലേ? ജിജോച്ചേട്ടൻ്റെ കൊച്ചിനെ നമ്മൾ കണ്ടെത്തും, കണ്ടോ, ഇവിടെ കൊണ്ട് നമ്മൾ വളർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു, എൻ്റെ ഏക പ്രതീക്ഷ എൻ്റെ ജിജോമോൻ്റെ കുഞ്ഞായിരുന്നു. അവൻ പോയി. ഇനിയിപ്പോൾ അവൻ്റെ ചോരയിലൊരു കുഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? രേവതിക്കുട്ടി പറഞ്ഞു, അതിനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. സമാധാനമായിട്ടിരിക്കുക. ആഹാരം കഴിക്കാതെ കുടിക്കാതെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അങ്കിളിൻ്റെ കാര്യം, അങ്കിളിന് ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കേണ്ട എന്നുള്ള കാര്യം അറിയാലോ, അതൊക്കെ മറന്നുപോയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഒന്നുമില്ല, പറയുന്നങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി എന്നും പറഞ്ഞു രേവതിക്കുട്ടി രണ്ട് പേടിപ്പീരൊക്കെ പേടിപ്പിച്ച് അവരെ കൊണ്ട് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ്. ഈ സമയത്ത് അലീന രോഹിത്തിൻ്റെ മുറിയിലേക്ക് വന്നു. രോഹിത്തിൻ്റെ മുറിയിൽ ചെന്നിട്ട് രോഹിത്തിനെ വിളിക്കണം. അപ്പോഴേക്കും രോഹിത്ത് ചോദിച്ചു, എന്താ ചേച്ചിന്ന് ചോദിച്ചു. അതെ, നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിച്ചു. പുറത്തു പോകാനോ? എവിടെ? നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് വരാം. ഞാനില്ല ചേച്ചി, അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ? പുറത്തൊക്കെ ഒന്ന് പോകണം. ഇവിടെ തന്നെ ഇങ്ങനെ അടച്ചിട്ട് മുറിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടില്ലേ, കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങാൻ പോലും തോന്നത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒടുവിൽ രോഹിത്ത് പറഞ്ഞു, അതെ ചേച്ചി, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അലീനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പിന്നീട് ഒരു കവർ എടുത്തുകൊണ്ടൊന്ന് രോഹിത്തിന് കൊടുക്കുകയാണ്. അതെ, ഇതിട്ടുകൊണ്ട് വേണം വൈകുന്നേരം ക്ഷേത്രത്തിൽ എൻ്റെ കൂടൊപ്പം വരാനെന്ന് പറഞ്ഞു. ഇതെന്താ, തുറന്നു നോക്കാൻ പറഞ്ഞു. അങ്ങനെ തുറന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു ഷർട്ടും കൊണ്ടുവരുന്നു. രോഹിത്തിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ചേച്ചി എനിക്ക് വാങ്ങി തരുന്നതല്ലേ, വലിയ വിലയുടെ ഒന്നും അല്ല. അതൊന്നും സാരമില്ല ചേച്ചി എന്ന് പറഞ്ഞു. അലീനയുടെ കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സോറി കേട്ടോ ചേച്ചി. എന്തിന്? ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി നീ എന്നോട് സോറി ഒന്നും പറയണ്ട, റെഡി ആയിട്ടിരിക്കുക, നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോളോട് പറഞ്ഞു, ഞാൻ രോഹിത്തിനെയും കൂട്ടി ക്ഷേത്രത്തിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഞാനും കൂടെ വരായിരുന്നു, സാരമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്തിനും കൂട്ടിക്കൊണ്ട് അലീന ക്ഷേത്രത്തിലേക്ക് പോയി. രോഹിത്തിന് ആദ്യമൊക്കെ ചെറിയ പേടിയുണ്ടായിരുന്നു ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട്. ആൾക്കാരൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറി. കാരണം അവന് മനസ്സിലായി ചേച്ചി തൻ്റെ കൂടെ ഉണ്ട്. കാരണം ഇടയ്ക്ക് അലീന രോഹിത്തിനെ നോക്കിയിട്ട് രോഹിത്തിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് മുറുക്ക പിടിച്ചു. ആ ഒരു പിടുത്തം, എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന ആ ഒരു പിടുത്തം വരുന്നത്. അതുകൊണ്ട് രോഹിത്തിനൊരു പേടിയും തോന്നിയില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി അവർ പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി അലീന രോഹിത്തിന് നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് രോഹിത്ത് ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ക്ഷേത്രത്തിലേക്കൊന്നും അങ്ങനെ പോവാറ് പോലും ഇല്ലായിരുന്നു. അല്ലെങ്കിലും വൈജയന്തിക്ക് അതിനൊന്നും സമയമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മക്കളെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനോ അവർക്ക് നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ വൈജയന്തിക്ക് സമയം ഉണ്ടായിരുന്നില്ലല്ലോ. മക്കളുടെ തോന്നിയാസം, വൈജയന്തിയുടെ ഇഷ്ടത്തിന്, അങ്ങനെ ഒരു രീതിയായിരുന്നല്ലോ. പക്ഷെ അതൊക്കെ മാറ്റിയെടുക്കണമെന്ന് അലീനയ്ക്ക് തോന്നി. രോഹിത്തിനെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരണമെന്നും. ആ സമയം മനശങ്കർ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ്. ഹരിയെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, എന്നിട്ട് എന്തായെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഹരിക്ക് മാത്രം ജാമ്യം കിട്ടത്തില്ല, ബാക്കി 2 പേർക്ക് ജാമ്യം കിട്ടും. അവൻ്റെ പേര് പോക്സോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവന് ജാമ്യം കിട്ടത്തില്ലോ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യണോ അങ്കിളെ? അവൻ പറയുന്ന അവൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. 2 വർഷം മുമ്പ് അവനെങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല അങ്കിളെ. ഇനിയിപ്പോൾ ആ പെൺകുച്ചിനോട് നേരിട്ട് ചോദിച്ചാലോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചാലൊന്നും ആ പെൺകുച്ച് പറയുമെന്ന് തോന്നില്ല. അല്ലെങ്കിലും എനിക്കങ്ങനെ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ലാത്ത. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അലീന കാര്യം പറഞ്ഞ് ഇടയ്ക്ക് പോകുന്നതാണ്. പക്ഷേ അലീനയോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ചോദിക്കുമെന്നും അറിയത്തില്ല. വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം, ഒന്ന് സംസാരിച്ചു നോക്കാം. മനു പറഞ്ഞു, അവനെ പോക്സോ കേസിൽ നിന്ന് മാത്രം ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മാത്രം മതി, വേറൊന്നും പ്രശ്നമില്ല. അവന് ജാമ്യം കിട്ടുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അലീന വരുമ്പോൾ നീ ഒന്ന് സംസാരിച്ചു നോക്കുക. അവൾ ക്ഷേത്രത്തിൽ പോയേക്കുക രോഹിത്തിനെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞു. രോഹിത്തിനെ കൊണ്ടോ? അതെ, ഭയങ്കര മാറ്റോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പോൾ ഈ വീട്ടിൽ വൈജയന്തി മാത്രമാണ് അടഞ്ഞിരിക്കുന്നത്. ബാക്കി മക്കളെല്ലാം ഒറ്റക്കെട്ട. അലീനയോടൊപ്പം അവരുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സമാധാനം ഇപ്പം അതാന്നൊക്കെ പറഞ്ഞു. ബാലേന്ദ്രൻ തന്നെ മനസ്സ് തുറക്കുന്നുണ്ട്. മനുവിൻ്റെ മുന്നിൽ
അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.